മലയോര എക്സ്പ്രസ് പ്രധാന വാർത്തകൾ പവേഡ് ബൈ ജീവനം ആയുർവേദ് ഹോസ്പിറ്റൽ ഇരിട്ടി കിഴൂർ, സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ലാസ അസോസിയേറ്റ്സ് അങ്ങാടിക്കടവ്. നമസ്കാരം, ഞാൻ ആധ്യാത്മിക ഷിൽജ. എല്ലാവർക്കും മലയാള എക്സ്പ്രസ് ന്യൂസിലെ സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ CPI മുഖപത്രത്തിൽ രൂക്ഷ വിമർശനവുമായി അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ലേഖനം. പിണറായി വിജയൻ നടത്തിയത് മുന്നണി മര്യാദയുടെ ലംഘനമെന്നാണ് സത്യൻ മൊകേരിയുടെ വിമർശനം. പിണറായിയുടെ പ്രസ്താവനയും എല്ലാം ഞാനാണ് എന്ന ഭാവവും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും യോജിച്ചതല്ലെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വത പ്രതിപക്ഷ നേതാവിനുണ്ടായില്ലെന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. പകൽ സമയത്ത് കുറഞ്ഞ നിരക്ക് കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്താൻ അടക്കമുള്ള നിർദ്ദേശങ്ങളുമായി അടുത്ത 5 വർഷത്തെ നിരക്ക് പരിഷ്കരണത്തിനുള്ള കരടിറക്കി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. 2024 വരെ KSEBക്കുണ്ടായ നഷ്ടം ഉപഭോക്താക്കളിൽ നിന്ന് 2027 മുതൽ തിരിച്ചുപിടിക്കാനും നിർദ്ദേശമുണ്ട്. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രത്തിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ 2 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലുള്ള കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഓണ ദിവസങ്ങളിലും തുടരുന്ന കുട്ടികളുടെ ഓണാഘോഷത്തിനാണ് സർക്കാർ പ്രത്യേക തുക അനുവദിച്ചത്. കേരളത്തിൽ ഇനി പോരാട്ടം UDFും BJPയും തമ്മിലായിരിക്കുമെന്ന് BJP ദേശീയ സെക്രട്ടറി K. സുരേന്ദ്രൻ. സതീശൻ സർക്കാർ പിണറായി സർക്കാരിന്റെ കാർബൺ കോപ്പിയാണ്. BJP ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ടോ എന്ന് പറയേണ്ടത് ഉത്തരവാദിത്വമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് സംഭവം. വീടുകളോട് ചേർന്നുള്ള ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. നേരത്തെയും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. മന്ത്രി സണ്ണി ജോസഫും കളക്ടർ P. വിഷ്ണുരാജും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ബേപ്പൂരിലെ തോൽവിക്ക് കാരണം അൻവർ സ്ഥാനാർത്ഥിയായതാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ. കൈപ്പത്തിയിലോ കോണി ചിഹ്നത്തിലോ മത്സരിക്കാത്തതാണ് തിരിച്ചടിയായതെന്ന പ്രവർത്തകരുടെ വികാരം പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ജയിച്ചാൽ തനിക്ക് മന്ത്രിസ്ഥാനം നൽകേണ്ടി വരുമെന്ന ചിലരുടെ പേടിയാണ് തോൽവിക്ക് പിന്നിലെന്ന അൻവറിന്റെ ആരോപണത്തിന് മറുപടിയില്ലെന്നും പ്രവീൺ പറഞ്ഞു. നമ്മുടെ സ്വപ്നം ഒരു വീട് പണിയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ സൈറ്റുകളിൽ എത്തിച്ചു കൊടുക്കുന്ന 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അയ്യങ്കുന്നിലെ ഏക സ്ഥാപനം സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പികൾ, സ്റ്റീൽ ആൻഡ് ഹാർഡ്വെയർ, സ്റ്റേഷനറി ആൻഡ് ഫുഡ്വെയർ, ബ്രാൻഡഡ് പൈപ്പുകൾ, TMT, സിമെൻറ്റുകൾ, ബാങ്കിന് കീഴിലുള്ള വളങ്ങൾ എല്ലാം ഒരു കൊടുക്കീഴിൽ. സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ബ്രാഞ്ച് ഹൈടെക് ഏജൻസി കീഴ്പള്ളി. പാലക്കാട് ആംബുലൻസ് ഉപയോഗിച്ച ഓണാഘോഷം. സംഭവത്തെ തുടർന്ന് ആംബുലൻസ് ഡ്രൈവർമാർ പരാതിയുമായി രംഗത്തെത്തി. ജീവൻ രക്ഷാ വാഹനത്തെ ദുരുപയോഗം ചെയ്തുവെന്ന് കാണിച്ച് MVDക്ക് പരാതി നൽകി. പാലക്കാട്ടെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം മോയൻസ് LP സ്കൂളിന്റെ മൈതാനത്ത് നടത്തിയ ഓണാഘോഷത്തിലാണ് ആംബുലൻസ് ഉപയോഗിച്ചത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് TP വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. CPM സഹയാത്രികനായ സീനിയർ അഭിഭാഷകൻ PV ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി MVD. സംസ്ഥാനത്താകെ പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ചുമത്തും. തെറ്റുതിരുത്തലിന് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി അടുത്തിരിക്കെ വ്യക്തിപൂജാ വിവാദത്തിൽ അടക്കം പാർട്ടി വിമർശനങ്ങൾക്കെതിരെ തുറന്നു പറച്ചിലുമായി P. ജയരാജൻ. പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക കമ്മിറ്റികളുടെ ഇടപെടൽ എന്നതിനപ്പുറം വ്യക്തിപരമായ ഒരു പ്രാധാന്യം അതിനില്ലെന്നാണ് P. ജയരാജന്റെ പരസ്യ പ്രതികരണം. ആശുപത്രി പരിസരത്ത് ഏറ്റുമുട്ടിയ പ്രതികൾ അറസ്റ്റിൽ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രി പരിസരത്ത് സ്ഫോടക വസ്തുക്കളെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു ഗുണ്ടാസംഘം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. സംഭവത്തിന് പിന്നാലെ 9 പ്രതികളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു.
സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് പിന്നാലെ വിദ്യാർത്ഥികൾ അവശനിലയിൽ. രാജസ്ഥാനിലെ കോട്ടയിലാണ് സംഭവം. 27 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഭക്ഷ്യവിഷബാധയെന്ന് ഉറപ്പിക്കാനാകില്ലെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. മറ്റ് കാരണങ്ങളും പരിശോധിക്കുന്നുവെന്നാണ് അധികൃതരുടെ പ്രതികരണം. ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് മുംബൈയിലേക്ക് 30 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച മുൻ എയർ ഹോസ്റ്റസും സഹായിയും അറസ്റ്റിൽ. അന്വേഷണത്തിൽ ഇവർക്ക് മുൻപും മയക്കുമരുന്ന് കടത്ത സംഘങ്ങളുമായി ദീർഘകാല ബന്ധമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. അസ്ഥിബന്ധങ്ങളിലെ വേദനയും സന്ധികളിലെ തേയ്മാനവും കാരണം വിഷമിക്കുകയാണോ? നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുള്ള പൂർണ്ണ പരിഹാരവുമായി ജീവനം ആയുർവേദിക് ക്ലിനിക്. പരമ്പരാഗത ആയുർവേദ രീതിയും ആധുനിക അറിവുകളും സമന്വയിപ്പിച്ചുള്ള ശാസ്ത്രീയമായ ബോൺ സെറ്റിംഗ്, അസ്ഥികളുടെ ഘടന വീണ്ടെടുക്കുന്നതിനുള്ള ബോൺ അലൈൻമെന്റ് എന്നിവയാണ് ഞങ്ങളുടെ പ്രത്യേകത. വേദനകളില്ലാതെ, പാർശ്വഫലങ്ങളില്ലാതെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാം. ജീവനം ആയുർവേദിക് ക്ലിനിക്, ആശ്വാസത്തിലേക്കുള്ള ശരിയായ പാത. ജീവനം, കീഴൂർ, ഇരിട്ടി. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടായതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. സംഘർഷം മറ്റിടങ്ങളിലേക്ക് പടരാതെയിരിക്കാൻ നടപടി സ്വീകരിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഒരു CRPF ജവാന് വെടിയേറ്റിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുകയും നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തുകയും ചെയ്യണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ദേശീയ സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യാൻ ദില്ലിയിൽ നടക്കുന്ന സമ്മേളനത്തിലാണ് നിർണായക നിർദ്ദേശങ്ങൾ നൽകിയത്. ദില്ലിയിലും അടുത്തുള്ള മേഖലയിലും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് മുന്നറിയിപ്പുള്ളത്. കനത്ത മഴയെ തുടർന്ന് 18 വിമാനങ്ങളാണ് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റദ്ദാക്കിയത്. ദില്ലിയിൽ CJP നടത്തിയ പാർലമെന്റ് മാർച്ചിനിടെയുള്ള സംഭവ വികാസങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ സമിതിയിൽ മാറ്റം വരുത്തുന്നതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ. സമിതിയിലെ ചിലർ നിഷ്പക്ഷരല്ല എന്ന ഹർജിക്കാരുടെ നിലപാടിനോടാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. അസമിലെ കാംരൂപ് ജില്ലയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ഗുവാഹത്തിയിലെ ഹോം സ്റ്റേയിൽ വെച്ച് കൂട്ടമാനഭംഗത്തിനിരയായി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പസാരിയ ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടിയെ ഓഗസ്റ്റ് 23-ന് ഉച്ചകഴിഞ്ഞ് കാണാതായിരുന്നു. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്ക. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് അമേരിക്ക നൽകിയിരിക്കുന്ന പേര്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം H-1B വിസ അപേക്ഷാ ഫീസ് ഏകദേശം 99 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാൻ പുതിയ കരട് ചട്ടം പുറത്തിറക്കി. ഇന്ത്യൻ IT പ്രൊഫഷണലുകളെയും US കമ്പനികളെയും കാര്യമായി ബാധിക്കുന്ന ഈ നിർദ്ദേശം നിയമപരമായ കുടിയേറ്റത്തെ തടസ്സപ്പെടുത്തുമെന്ന് ആശങ്കയുണർത്തുന്നു.